രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചത്. രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് PM ശ്രീയും മറ്റൊന്ന് കേരളത്തിലെ ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുമാണ്. PM ശ്രീ സത്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് UDF ഇത്തരത്തിൽ ഒരിടപെടൽ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം? PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം എന്ന് ആരാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ആരാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഇത് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഏതോ ഒരു സമ്മർദ്ദത്തിന് കേരളത്തിലെ ഗവൺമെൻറ് വിധേയമായിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. അങ്ങനെ വിധേയമായിട്ടുള്ളത് കേരള ഗവൺമെൻറ് കേന്ദ്രത്തിനോട് കാണിക്കുന്ന അപകടകരമായിട്ടുള്ള വിധേയത്വത്തിൻ്റെ തെളിവാണ് PM ശ്രീയിൽ ഒപ്പിടാനുള്ള സംഘടിതമായിട്ടുള്ള VD സതീശൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്നെല്ലാവർക്കും മനസ്സിലായി. കേരളത്തിലെ മുഖ്യമന്ത്രി സത്യസന്ധതയുണ്ടെങ്കിൽ ഒരു കാര്യം ജനങ്ങളോട് വെളിപ്പെടുത്തണം. ആരാണ് ഈ പദ്ധതിയിൽ ഒപ്പിടാൻ അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഒപ്പിട്ടില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അപകടമുണ്ടാക്കും എന്ന് ഈ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്നത്? കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് PM ശ്രീയിൽ നേരത്തെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയതുകൊണ്ട് ഇനി അതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല. അത് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതാരാണ്? ഇന്ന് ബഹുമാനപ്പെട്ട MP ശ്രീ അബ്ദുൽ വഹാബിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ജയന്ത് ചൗധരി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 5 ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയാണ്. ആ മറുപടിയുടെ അവസാനം ഏതെങ്കിലും വിധത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോയാലുണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണ് എന്ന് ബഹുമാനപ്പെട്ട MP-യുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പറയുന്നത് PM ശ്രീയിൽ ലഭ്യമാകുന്ന സഹായങ്ങളെല്ലാം പ്രകീർത്തിച്ചുകൊണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നു, therefore the states that do not sign the MOU or withdraw from the scheme stand to miss out on these benefits of PM ശ്രീ scheme. അതിൻ്റെ പച്ചമലയാളം, PM ശ്രീ സ്കീമിൽ നിന്ന് ലഭ്യമാകാൻ പോകുന്ന സഹായങ്ങൾ നഷ്ടപ്പെടും എന്നതൊഴികെ PM ശ്രീയിൽ ഒപ്പിടാത്തതോ PM ശ്രീ സ്കീമിൽ നിന്ന് പിന്മാറുന്നതോ ആയ നടപടിക്ക് മറ്റൊരു കോൺസിക്വൻസും ഉണ്ടാകില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിലെ MP-യോട്, രാജ്യസഭാംഗത്തിനോട് കേന്ദ്രമന്ത്രി, അതും മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാംഗത്തിനോട് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ട് പിന്നെ ഇനി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിക്ക് എന്ത് സംശയമാണുള്ളത്? ഇത് ഒപ്പിട്ടില്ലെങ്കിൽ ഈ നടപടി തുടർന്നു പോയാൽ അപകടമുണ്ടാകുമെന്ന് അദ്ദേഹത്തെ തത്ത പറയുന്നത് പോലെ ആവർത്തിച്ചു പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ത് ഘടകമാണ്? ഇതിൽ തന്നെ പറയുന്നുണ്ട്, ദ PM ശ്രീ സ്കൂൾസ് ഷോക്കോസ് ഓഫ് ഓൾ ഇനിഷ്യേറ്റീവ്സ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 be the example of schools and offer the benchmarking leadership to the other school in the neighborhood. വളരെ ക്ലിയറാണ്. PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള ഏതു സ്കീമിലും പഠിപ്പിക്കാൻ NEP 2020 ഷോക്കേസ് ചെയ്യുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല എന്ന് ഇതിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ പോലും ആവർത്തിച്ചു പറയുന്ന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ എന്തു മാറ്റും എന്നാണ് കേരളത്തിലെ ഗവൺമെൻറ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് PM ശ്രീ സ്കീമിൽ വിവിധ സംസ്ഥാനങ്ങൾ വാങ്ങിയിട്ടുള്ള പണവും ചെലവഴിച്ച സംഖ്യയും കൊടുത്തിട്ടുണ്ട്. 1 രൂപ പോലും കേരളം വാങ്ങിയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ ഉത്തരത്തിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ JB മേത്തറിന് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉപമന്ത്രി കൊടുത്തിട്ടുള്ള മറുപടിയിൽ പറയുന്നുണ്ട്, കീപ്പിംഗ് ഇൻ ദ വ്യൂ ലാർജർ പെർസ്പെക്റ്റീവ് ആസ് വെൽ ആസ് ദ എഡ്യൂക്കേഷണൽ നീഡ്സ് ദ സ്റ്റേറ്റ് ചിൽഡ്രൻ ആർ 99.27 crores has been released as central share of the RTE entitlement component of Samagra Shiksha of
കേരള ഡ്യൂറിങ് 2025-26. ഇനി എന്താണ് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനും അതിൻ്റെ മന്ത്രിമാർക്കുമുള്ള സംശയം? യഥാർത്ഥത്തിൽ എണ്ണി കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെൻറ് മറുപടി പറയേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. JB മേത്തറിന് കേന്ദ്ര സഹമന്ത്രി കൊടുത്ത സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 36 സ്കൂൾ, ഇതിൽ ഒപ്പിട്ട തമിഴ്നാട് ഒഴികെയുള്ള 36 സ്കൂളുകളുടെ ലിസ്റ്റിൽ കേരള 0. തെരഞ്ഞെടുത്തിട്ടുണ്ടോ സ്കൂളുകൾ എന്ന ചോദ്യത്തിന് കേരള 0. ഇനി എന്താണ് കേരള ഗവൺമെൻറ്റിന് സംശയം ഉണ്ടാകുന്നത്? PMC പദ്ധതി അറബിക്കടലിൽ പതിപ്പിക്കും എന്ന് പറഞ്ഞ വാചാടോപത്തെക്കുറിച്ചല്ല ഇവിടെ തർക്കം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ അലകും പിടിയും മാറാതെ അതുപോലെ നടപ്പിലാക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ 6 ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞ ഈ പദ്ധതിയിൽ ഇനി എന്താണ് നടപ്പിലാക്കിയിട്ട് മാറ്റാൻ പോകുന്നത്? MOയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്ന് ഇവർ പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? MOയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവിന് ലഭ്യമായിട്ടുള്ള ഉത്തരമെങ്കിലും നോക്കി തെറ്റായി പറഞ്ഞൊരു കാര്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് പറയാൻ തയ്യാറാകണം, മാപ്പ് പറയണം കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെ തെറ്റായി പറഞ്ഞ ഒരു കാര്യത്തിന്. ആർട്ടിക്കിൾ 299 ആർട്ടിക്കിൾ 169 അതിൻ്റെ ഭാഗമായിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ്സും കോൺസ്റ്റിറ്റ്യൂഷനിലും പാർലമെൻ്ററി പ്രവർത്തനത്തിലും പരിണിതപ്രജ്ഞനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നാണോ അദ്ദേഹം പറയുന്നത്? കേരളത്തിലെ ഗവൺമെൻറ് മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. PMC പദ്ധതിയിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി എന്താണ്? NEP ഷോക്കേസ് ചെയ്യുന്ന പദ്ധതിയിൽ NEP നടപ്പിലാക്കേണ്ട എന്ന് കേന്ദ്രം സമ്മതിക്കുമോ? ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള 6 പില്ലറുകളിൽ ഭേദഗതി വേണം എന്ന് കേരളം ആവശ്യപ്പെടുന്നുണ്ടോ? PMC സ്കൂളുകളുടെ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കാര്യങ്ങൾ സമ്മതിച്ചാൽ PMC സ്കൂളുകളുടെ മോണിറ്ററിംഗ് ആരുടെ കയ്യിലാകും? സംസ്ഥാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ മെച്ചപ്പെട്ട സ്കൂളുകൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ബ്രാൻഡ് ചെയ്യാൻ, PMC സ്കൂൾ എന്ന ബ്രാൻഡ് വയ്ക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരളം തയ്യാറാക്കിയ സ്കൂളുകളെ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? മറ്റിടങ്ങളിലെല്ലാം തീരാൻ പോകുന്ന ഒരു പ്രോജക്റ്റിൽ ഇനി കേരളത്തിന് മാത്രമായി എന്തെങ്കിലും ഭേദഗതി ചെയ്യും എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് ഈ ഗവൺമെൻറ് കരുതുന്നുണ്ടോ?